എവറസ്റ്റ് കയറാൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? 71 വർഷങ്ങൾക്ക് മുമ്പ് ഹിലരിക്കും നോർഗയ്ക്കും കഴിഞ്ഞുവെങ്കിൽ യുഗത്തിൽ ജീവിക്കുന്ന ആരോഗ്യവും മനക്കരുത്തുമുള്ള ഏതൊരാൾക്കും എവറസ്റ്റ് കയറ്റം സാധ്യമാണ്. അതിനു മുമ്പ് 8 കിലോമീറ്ററിലധികം ഉയരമുള്ള എവറസ്റ്റിനെ ഒന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള നേപ്പാളിനും ടിബറ്റിനും ഇടയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഈ കൊടുമുടിയുടെ സ്ഥാനം. ഏപ്രിൽ മെയ് മാസങ്ങളാണ് എവറസ്റ്റ് കയറാൻ ഏറ്റവും യോജിച്ച സമയം. നേപ്പാളിലെ ഷേർപ്പകളുടെ സഹായം എവറസ്റ്റ് കയറ്റത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഭൂമിയിലെ ഏറ്റവും പ്രവചനാതീതവും കുഴപ്പം പിടിച്ചതുമായ കാലാവസ്ഥയാണ് എവറസ്റ്റിലേത്. മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റ് വീശുന്നതും -40 ഡിഗ്രി വരെ താപനില കുറയുന്നതും ഒന്ന് ആലോചിച്ചു നോക്കൂ. എവറസ്റ്റിനെ ഡെത്ത് സോണാക്കി മാറ്റിയതിന് പിന്നിലെ പ്രധാന കാരണം ഈ കാലാവസ്ഥ മാറ്റമാണ്. ഒപ്പം ഓക്സിജൻ ക്ഷാമവും. 300-ലേറെ പേർക്കാണ് എവറസ്റ്റ് പർവ്വതാരോഹണത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഇതുവരെ 12,000-ഓളം തവണ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ എവറസ്റ്റിന് മുകളിലെത്തി. 13-കാരനും 80-കാരനും വരെ ഇക്കൂട്ടത്തിലുണ്ട്. നേപ്പാൾ സ്വദേശി കാമിറിത ഇതുവരെ 29 തവണയാണ് എവറസ്റ്റ് കീഴടക്കിയത്. പരിശീലനത്തിനും അനുമതികൾക്കുമൊപ്പം ആവശ്യമായ വസ്ത്രം, ഭക്ഷണം, സുരക്ഷാ സംവിധാനം എന്നിവയെല്ലാം എവറസ്റ്റ് കയറാൻ മസ്റ്റാണ്. ടിബറ്റ് വഴിയും നേപ്പാൾ വഴിയും യാത്ര സാധ്യമാണ്. മാസങ്ങൾ നീണ്ട മുന്നൊരുക്കങ്ങൾക്ക് പുറമെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള ട്രെക്കിംഗ് മുതൽ എവറസ്റ്റ് വരെ 2 മാസത്തെ യാത്ര ആവശ്യമാണ്. എത്രയൊക്കെ കഷ്ടപ്പാടാണെങ്കിലും എവറസ്റ്റ് ഇന്നും സാഹസികരുടെ സ്വർഗമാണ്.